ഉയിർപ്പുകാലം അഞ്ചാം ശനി. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 15-ാം അധ്യായം 26 മുതൽ 16-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള തിരുവചനങ്ങളുടെ വിശകലനം. സാക്ഷ്യം നൽകുന്ന പരിശുദ്ധാത്മാവ്. ഒരു ദൈവത്തിലെ മൂന്നാളുകളിൽ ഒരാൾ സഹായകൻ അല്ലെങ്കിൽ സത്യാത്മാവുമാണെന്ന് ഇന്ന് നാം വായിക്കുന്നു. യേശു പിതാവിന്റെ അരികിലേക്ക് പോയതിനു ശേഷം തന്നെക്കുറിച്ച് സാക്ഷ്യം നൽകാൻ ആ സഹായകനെ അയക്കുമെന്നാണ് വാഗ്ദാനം. ആരംഭം മുതൽ ശിഷ്യർ യേശുവിനോടൊപ്പമുണ്ടായിരുന്നവരായതുകൊണ്ട് സഹായകൻ വരുമ്പോൾ അവരും സാക്ഷ്യം നൽകാൻ പ്രാപ്തരാകും. പന്തക്കുസ്തായ്ക്ക് ശേഷം ഈ വാഗ്ദാനം എപ്രകാരം ശിഷ്യരിൽ നിറവേറപ്പെട്ടുവെന്ന് നമുക്കറിയാം. അവർ പിതാവിനെയോ എന്നെയോ അറിഞ്ഞിട്ടില്ലാത്തതുകൊണ്ട് മതതീക്ഷ്ണത കൊണ്ട് അവരെ സിനഗോഗുകളിൽ നിന്ന് പുറത്താക്കുകയും കൊല്ലുകയും ചെയ്യും. അവനെ കുരിശിലേറ്റിയപ്പോൾ അവൻ പ്രാർത്ഥിക്കുന്നത് ഇതുതന്നെയാണ്: പിതാവേ, ഇവരോട് ക്ഷമിക്കണമേ, ഇവർ ചെയ്യുന്നതെന്തെന്ന് ഇവർ അറിയുന്നില്ല. വിശ്വാസത്തിന്റെ പേരിൽ പീഡനങ്ങൾ ഉണ്ടാകുമ്പോൾ ഈ മനോഭാവത്തോടെ അതിനെ സ്വീകരിക്കുവാൻ നാം തയ്യാറാകണം. ലൗകികതയും ആത്മീയതയും തമ്മിലുള്ള നിതാന്ത പോരാട്ടം ലോകാവസാനം വരെ തുടരുക തന്നെ ചെയ്യും. ഈശോ നമുക്ക് മുമ്പേ സഹനപാതയിലൂടെ സഞ്ചരിച്ച് സഹനത്തെ ദൈവമഹത്വത്തിനായി കാഴ്ചവെച്ചു. സ്വയം ശൂന്യവൽക്കരിക്കുന്ന, മറ്റുള്ളവർക്ക് സ്വയം പകുത്തു നൽകുന്ന അവിടുത്തെ സ്നേഹമാണ് നമ്മുടെ മാതൃക.